അനാമിക നേരത്തെ തന്നെ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു പ്രഗ്നൻസി കിറ്റ് നിങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, മുന്നേട്ടാ കണ്ണടച്ചേ എന്നും പറഞ്ഞ് അത് എന്തുകൊണ്ട് നാട്ടുകാരെ കാണിച്ച് നിങ്ങൾ നാട്ടുകാരെ കബളിപ്പിച്ചു? അതുപോലെ തന്നെ ഈ ഗിരിജ നിങ്ങളുടെ ആദ്യ ഭർത്താവിനെ കാമുകനെ ഉപയോഗിച്ച് നിങ്ങൾ കൊന്നതാണെന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യുക സമൂഹത്തിന് മുന്നിൽ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്പിയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഭയങ്കര സൗണ്ടാണ്. ഞാൻ ഇരിക്കുന്ന മുറിയിലല്ല, വേറെ മുറിയിലാണ്. എന്നിട്ടും റോഡാണ്. ഭയങ്കര സൗണ്ടാണ്. കോപ്പിറൈറ്റ് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ 2-3 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ജീവമാത കാരുണ്യഭവനെ പറ്റിയാണ് ചെയ്തിരുന്നത്. റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. വിഷ്ണു, അനാമിക, അവരുടെ അമ്മ ഗിരിജ, ഇവരെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു 98% ആൾക്കാരും നല്ല രീതിയിലാണ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അതിലൊരു കുറച്ചാൾ പറയുകയുണ്ടായി. ഇതുപോലെ എനിക്ക് കുറച്ച് ലിങ്കുകൾ ഇട്ട് തന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ ലിങ്ക് ഒന്ന് കണ്ടു നോക്കാൻ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഉടനെ അവരെ പറ്റിയുള്ള നെഗറ്റീവ് വാർത്തകളാണ് കേൾക്കാനിട വരുന്നത്. ഇത് അനാമിക പ്രസവിച്ചതിന് ശേഷമാണ് ഈ വാർത്തകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയത്. കാരണം അവർ കല്യാണം കഴിച്ചിട്ട് 7-ാം മാസമായപ്പോഴത്തേന് അനാമിക പ്രസവിച്ചു പൂർണ്ണ മാസം തികഞ്ഞതിന് ശേഷമാണ് അനാമിക പ്രസവിച്ചത്. അതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ കാരണമായത്. കാരണം അവരുടെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 7-ാം മാസത്തിൽ തന്നെ പ്രസവിക്കുകയുണ്ടായി. പ്രസവിച്ച കുട്ടിയാകട്ടെ പൂർണ്ണ ഗർഭിണി ആയതിന് ശേഷം, അതായത് ആ കുട്ടിക്ക് പൂർണ്ണമായി മാസം തികഞ്ഞതിന് ശേഷമാണ് പ്രസവിച്ചതെന്നാണ് രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേ പറ്റിയാണ് ഈ വിവാദങ്ങളുണ്ടായത്. കാരണം ആ കുട്ടി അവിടെ നിന്ന സമയത്ത് തന്നെ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. 18 വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി പ്രഗ്നൻ്റായി. അതിനുശേഷം കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഓർത്താണ് അവർ കല്യാണം കഴിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകളാണ്. നമുക്ക് സത്യസന്ധമായിട്ട് നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആ ജീവമാത കാരുണ്യഭവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പറ്റിയും, അതായത് അവരുടെ പേര് അമ്പിളി എന്നാണ്, പക്ഷെ വേറൊരു പേരും കൊണ്ടുണ്ട്, ഗിരിജ, അവരെ പറ്റി ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. ഒരുപാട് വീഡിയോ. കാരണം അവിടെ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സായി പല്ലവി എന്ന് പറയുന്ന ഒരു കുട്ടി അവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കുറേ തെളിവുകൾ സഹിതമാണ് ആ കുട്ടി വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ വീടിന് അടുത്തുള്ള വേറൊരാളുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ ഇതിനകത്ത് പിരിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവർ ഭർത്താവും തമ്മിൽ എന്നും അടി ഉണ്ടാക്കുമായിരുന്നു. അവർക്കാണെങ്കിൽ ഒരുത്തനുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓട്ടോയിൽ വെച്ച് പോകുമ്പോൾ ആ ഭർത്താവ് ഈ മറ്റ് കാമുകനുമായിട്ട് ഗിരിജ പോകുന്ന സമയത്ത് പിടിച്ചു. അപ്പോഴാണെങ്കിൽ അങ്ങനെ ഗിരിജയുടെ കാമുകനാണ് ഈ ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. തെളിവ് സഹിതം അവർ പറഞ്ഞ്, ഞങ്ങൾ ഈ നാട്ടുകാരിയാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അന്വേഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗിരിജയെ കണ്ടു കഴിഞ്ഞാൽ വെറും പച്ച പാവത്തിനെ പോലെയാണ് തോന്നുന്നത്. അവർ പിന്നെ ഈ സ്ഥാപനം ഉയർത്തി കൊണ്ടുവന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വരെയും എനിക്ക് അതേപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നത്. അതിന് അത്യാവശ്യം ആൾക്കാരെ കണ്ടിട്ടുകൊണ്ട് ഇതുവരെയായിട്ടും. അപ്പോഴേ ഈ അനാമിക അഥവാ 18 വയസ്സ് തികയുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ആയെങ്കിൽ പോസ്കോ കേസ് ഒക്കെ ഉണ്ടാകും. അതിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കാൻ കഴിയുന്ന വാർത്തകൾ. അപ്പോൾ ഗിരിജ ഇപ്പം കെട്ടിയിരിക്കുന്ന ഷൈജു ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ഷൈജുവിൻ്റെ ആദ്യ വിവാഹമായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷൈജുവിൻ്റെ ആദ്യ വിവാഹമല്ല, ഇത് 3ാമത്തെ വിവാഹമാണ്. ഷൈജു ആദ്യം ഒരാളെ കല്യാണം കഴിച്ചു, അവരെ കൊന്നെന്നോ എന്നൊക്കെ പറയുന്നു. 2ാമതൊരാളെ കല്യാണം കഴിച്ചു, അവരെ ഉപേക്ഷിച്ച് പോയി. ഇത് 3ാമത്തേതാണ്. ഒരു 10 വർഷമായി ഗിരിജയും
അതായത് ജീവമാത കാരുണ്യഭവനിൽ നടത്തുന്ന ഗിരിജയും ഷൈജുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. എന്താ കഥ? ഈ വിഷ്ണു അനാമിക പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങൾ, അവർക്കൊരു ചാനലുണ്ട്, ആ ചാനലിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനകത്തിൽ അവളൊരു ദിവസം രാവിലെ ഇങ്ങനെ വന്നിട്ട് പറയുന്നു, ഒരു കാര്യം, നമുക്ക് ഉണ്ണിയേട്ടൻ ഉറങ്ങുമെങ്ങാണ്ട, ഉണ്ണിയേട്ടനെ നമുക്കൊരു സർപ്രൈസ് ചെയ്യാമെന്നും പറഞ്ഞ് കയ്യിലൊരു സാധനം കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, ഉണ്ണിയേട്ടൻ കണ്ണടച്ച്. അപ്പോൾ ഉണ്ണിയേട്ടൻ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കണ്ണ് തുറക്കെന്ന് പറയുമ്പോൾ അവിടെ കിറ്റാണ്. അത് നമ്മൾ പ്രഗ്നൻസി ആണോ എന്ന് തെളിയിക്കുന്ന ഒരു കിറ്റ് ഉണ്ടല്ലോ, പ്രഗ്നൻസി തെളിയിക്കുന്ന കിറ്റ്. ആ കിറ്റ് ഇങ്ങനെ കാണിക്കുന്നപ്പോൾ അവർ അതിശയത്തോടെ രണ്ടുപേരും നോക്കുന്നു. എന്തിനായിരുന്നു അപ്പോൾ ഈ ഡ്രാമ നാട്ടുകാരുടെ അടുത്ത് കാണിച്ചത്? നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്നു നേരത്തെ അറിയാം, അപ്പം പിന്നെ എന്തിനാണ് ഈ ഡ്രാമ നാട്ടുകാരെ നിങ്ങൾ കാണിച്ചത്? അതുപോലെ തന്നെ ആ സമയത്ത് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ കുട്ടിയാണ് പ്രഗ്നൻ്റായി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ടാണ് ഗിരിജ സ്വന്തം മകനെ ആ അനാമികയെ കല്യാണം കഴിച്ച് കൊടുത്തതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്കല്ലേ നേരത്തെ തന്നെ ഭയങ്കര നന്മമരമായാണ് ഈ സ്ത്രീ ആ വീഡിയോയിലും ഒക്കെ വന്ന ചാനലുകാർ മുഴുവനും അവരെ ഭയങ്കര ശബ്ദം, അവർ ഭയങ്കര നന്മമരമാണ്, ആ നന്മമരത്തിൽ അനേകം കായ്കനികൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് ആ സമയത്ത് പുറത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും ഈ സായി പല്ലവി, വേറെ ഒരു കുട്ടി, അവരൊന്നും ഈ വീഡിയോ ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് അവരൊക്കെ ഈ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഗിരിജയോടാണ് എനിക്ക് ചോദ്യം, നിങ്ങളുടെ ഭർത്താവിനെ വേറെ നിങ്ങളുടെ കാമുകനെ വെച്ചിട്ട് നിങ്ങൾ കൊന്നതാണോ? അവരുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കൊന്നതാണോ? അതുപോലെ തന്നെ ഈ അനാമിക നേരത്തെ തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നോ? എന്തായാലും ഇത് സത്യം തെളിയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് അറിയാവുന്ന ആൾക്കാർ, ഈ സായി പല്ലവി എന്ന് പറയുന്ന അവർ ഒരു ആർട്ടിസ്റ്റാണ്. അവരുടെ വീഡിയോയിൽ കൂടെ വന്നിട്ട് കുറേ തെളിവുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഈ പറയുന്ന കള്ളത്തരങ്ങളാണെങ്കിൽ നിങ്ങൾ ആ വാർത്തകളൊക്കെ എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല? CCTV ക്യാമറയുണ്ടല്ലോ, അവത്തിലെ വാർത്തകളൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല? ലോകം നിങ്ങളെ അറിയട്ടെന്ന്. നിങ്ങൾ സത്യസന്ധതയും ഉള്ളവരാണെങ്കിൽ നിങ്ങളത് തെളിയിക്കുക തന്നെ വേണം, ഇല്ലേ? നിങ്ങളത് തെളിയിക്കുക. അതുപോലെ അനാമിക കല്യാണത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആയിരുന്നോ? വിഷ്ണു അനാമികയെ ചതിച്ച് കല്യാണം കഴിച്ചതാണോ? അതുപോലെ തന്നെ അനാമിക ആ വീട്ടിൽ ഇപ്പോൾ സന്തോഷത്തോടെയാണോ കഴിയുന്നത്? അതോ വീഡിയോയ്ക്ക് മുന്നിൽ മാത്രം വന്ന് നിന്ന് ഇങ്ങനെ സന്തോഷം അഭിനയിക്കുന്നതാണോ? നമ്മുടെ വേറെ ഒരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ, പ്രണവ് പിന്നെ വേറെ ഒരു ചാനലുണ്ടായിരുന്നു ഇതുപോലെ, നമ്മുടെ പ്രണവ്, അവർ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ വീഡിയോയ്ക്ക് മുന്നിൽ വന്നിട്ട് ആ പെൺകുട്ടി ഭയങ്കര സ്മാർട്ടായിട്ട് ഭയങ്കര ഇതായിട്ട് അഭിനയിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ വീട്ടിൽ സമാധാനവും സന്തോഷമില്ലാതായി. അവർ വേറെ മാറി വീടൊക്കെ വെച്ചു, കുട്ടിയായി. ആ കുട്ടി പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിയ ഒരു വാർത്ത ഒക്കെ നമ്മൾ കാണാനിടയായി. അവർ വീഡിയോയ്ക്ക് മുന്നിൽ വരുമ്പോൾ മാതൃകാ ദമ്പതികളായി, മാതൃകാ കുടുംബമായിട്ടായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണോ? നമുക്കറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ് നിങ്ങൾ അങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.